നല്ല ചെക്കന്മാരായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പണിയും. അവളാള് പെശക ഒന്നും മുട്ടിയ നമുക്കും കിട്ടും. 8 മണി 9 മണി ആയപ്പോ എന്നെ ഒരു ചെറുക്കൻ വിളിച്ചു. നിന്റെ കിളിനാദം കേട്ടാൽ മീശം മുളച്ച ഏതെങ്കിലും ഒരുത്തൻ ഫോൺ താഴെ വെക്കുവോ? ചേച്ചി, ഞങ്ങള് കുറച്ച് ആൾക്കാരുണ്ട്, ഞങ്ങൾക്കൊരു പാർട്ടിക്ക് ചേച്ചിനെ ഞങ്ങൾ ക്ഷണിച്ചാ ചേച്ചി വരും. ഈ മാസം എല്ലാ ദിവസവും കളിയുള്ളതാ. ഡെയിലി കളിയുണ്ടെന്ന് കരുതി ഐറ്റംസ് ഒന്നും കുറക്കില്ല. നമുക്ക് അടിച്ചു പൊളിക്കുക. ചേച്ചി ഒന്ന് പറ, എത്ര എമൗണ്ട് വരും? അടിയുടെ സ്പീഡ് അനുസരിച്ച് ശമ്പളവും കൂടും. ഇത് അവിടെ പോയി അവർ 3 പേരേ ഉള്ളൂ, 3 ആൺപിള്ളേരും. ഒരാൾക്ക് 3 പേര്, അത് തന്നെ ഒരു കള്ളലക്ഷണമാണ്. അപ്പം 3 ആണുങ്ങൾ. അപ്പൊ ഞാൻ എടുത്ത് അവരോട് ചോദിച്ചിട്ടാണ് ഇവിടുത്തെ പോയത്. എങ്ങനെ, എന്തിനാണ് ഞാൻ എടുത്ത് അവരോട് ചോദിച്ച്, മസാജിനും വേറെ ഒന്നിനും അല്ലല്ലോ എന്ന് വെച്ചാൽ. അപ്പൊ അവര് പറഞ്ഞു, ചേച്ചി ഞങ്ങൾ 3 ആണുങ്ങളുണ്ട്. വന്ന ഒരു ത്രീസമാക്കിയോ? ഞങ്ങൾ 3 ആണുങ്ങൾ, ചിലപ്പോ ഞങ്ങൾ 2 പേര്, 3 ആണുങ്ങള് ചിലപ്പോ 2 പേര്, ചിലപ്പം അറിയാലോ എടുക്കും. ഒരേ സമയത്ത് 2 നിന്നെ കണ്ടാ പറയില്ലാട്ടാ. ഫ്രണ്ടില് അവന്റെ 3 ആണുങ്ങൾ 2 പേരാണ് എന്നെ കൊണ്ടുവരാൻ വന്നത്. അപ്പം ബാക്കിൽ കയറിയിരുന്നു. അപ്പൊ ഞാൻ വണ്ടിയൊക്കെ പരിശോധിച്ചു. കുഴപ്പമില്ല, കയറാം. ഒരു വെടിക്ക് 2 പക്ഷി വേണ്ട, ഒരു വെടിക്ക് 2 പക്ഷിയുടെ ആവശ്യം ഇപ്പിരായിട്ടില്ല, ഒരു പക്ഷി മതി. ഇവരും വർത്താനൊക്കെ പറഞ്ഞു, നമ്മൾ 2 പേരും. അപ്പൊ ഒരാളെ കിടക്കുക. അങ്ങനെ 2, പക്ഷെ നല്ല ചെക്കന്മാരട്ടോ. എനിക്ക് 3 പേരെയും എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ചുള്ളന്മാരായിരുന്നു, സൂപ്പറായിരുന്നു. അവിടെ പോയി ഒരു കളി കളിച്ച് കുറച്ച് കാശുമായി ഞാൻ ഇവിടെ വന്ന് കാണിച്ചു കൊടുക്കാം. നല്ല ചെക്കന്മാരായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പണിയും. ഇവളുടെ ചവിട്ട് കൊള്ളാൻ ഇവിടുത്തെ ചെറുപ്പക്കാർ ക്യൂ നിൽക്കുക. നല്ല ചെക്കന്മാരായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പണിയും. ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ, ഒന്നും നടന്നിട്ടില്ല ഇവിടെ. അതിനിപ്പോ ഇവിടെ എന്തെങ്കിലും നടന്നാൽ തന്നെ എന്തു ആളിയാ നീ വിചാരിക്കുന്ന പോലെ ഞാനതിനെന്ത് വിചാരിച്ചു. അപ്പൊ പറഞ്ഞു, അപ്പൊ നിങ്ങൾ എന്നോട് പാർട്ടിക്ക് എന്നല്ലേ പറഞ്ഞ് എന്നൊക്കെ വെച്ചു. സിനിമ ഡാൻസ് കൊണ്ട് മാത്രമല്ല പെണ്ണ ഞാനിതൊക്കെ ഉണ്ടാക്കിയത്. സിനിമയിൽ എന്റെ ക്യാമറ കാണുമ്പോ ചില കോടീശ്വരന്മാർക്ക് ലഹരി പിടിക്കും. അവര് ഹോട്ടലിൽ വരും, എന്നിട്ട് അവരുടെ കാർ ഇവിടെ എത്തും. ഞാനതിൽ കയറി പോകും, ചോദിക്കുന്ന പണം തരും. അങ്ങനെ 2 അടിച്ചു. 2 അടിച്ചു കഴിഞ്ഞപ്പം അയാൾ എന്നെ എന്താ പറയാ ഒരു റൂമിലോട്ട് കയറ്റിട്ടാ. അപ്പൊ ഞാൻ ഡ്രസ് ഊരി എടുത്തു വെച്ചു. നിന്നെ പോലെ ഒരു അറേബ്യൻ കുതിരയ്ക്ക് വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. എനിക്കിത് വെള്ളം കുടിക്കണം, എനിക്ക് നാണം വന്നു. ചേച്ചി മതി 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 നിർത്ത പറയുന്നു പറഞ്ഞല്ലേ പറ്റൂ.